താങ്കൾ ഈ പെരിയാറുമായി ബന്ധപ്പെട്ട പെരിയാറിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് എത്ര വർഷം പഴക്കമുണ്ട്? താങ്കൾ അടക്കമുള്ളവർ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളായിരിക്കുന്നു. കാര്യങ്ങളിൽ ഒരു മാറ്റവുമില്ല, കൂടുതൽ കൂടുതൽ ഗുരുതരമാകുന്നു എന്നതിന്റെ ഉദാഹരണമല്ല ഇപ്പോൾ ഇന്നും ഇന്നലെയുമായി ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ. ഇത്ര കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചാവുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ജൂണിലും ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടാകുകയും താങ്കളടക്കം പരാതി നൽകുകയും ചെയ്തതാണ്. ഇതിലാരൊക്കെയാണ് യഥാർത്ഥ പ്രതികൾ? ഇതിന് ഒന്നാം പ്രതി മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 25 വർഷത്തിലധികമായിട്ട് ഞങ്ങൾ പെരിയാറിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്ന ആളുകളാണ് നമ്മൾ. അതിനകത്ത് ഈ 25 വർഷത്തെ നമ്മളുടെ ഒരു പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങൾ ഇതിനകം നിരവധി വട്ടം പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2004 മുതൽ കൃത്യമായിട്ടുള്ള പരാതികൾ അധികാരികളുടെ മുന്നിൽ വെക്കുന്നുണ്ട്. സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ലോക്കൽ ഏരിയ എൻവയറമെന്റൽ കമ്മിറ്റി പ്രവർത്തിക്കുമ്പോൾ മുതൽ നമ്മൾ ഈ കമ്പനികളിൽ സീറോ ഡിസ്ചാർജ് കൈവരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി തന്നെ ആവശ്യപ്പെടുകയും അത് 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 2004 മുതൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2024 ആകുന്നു. 20 വർഷം പിന്നിട്ടിട്ടും സീറോ ഡിസ്ചാർജ് എന്ന് പറയുന്ന ഒരു തത്വം കൈവരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇടപെടാനായിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് പറഞ്ഞ സംവിധാനം അങ്ങേയറ്റം അഴിമതി നിറഞ്ഞതാണ്. കാരണം മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് ഈ കമ്പനികൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഉദാഹരണത്തിൽ നമ്മൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഇഷ്യൂ, അതായത് ഈ മെയ് 20-ാം തീയതി നടന്ന സംഭവം, അതിരാവിലെ ഞങ്ങളുടെ 2 പ്രവർത്തകര് വണ്ടിന് മുകളിൽ ഈ വഞ്ചിയിൽ നിരീക്ഷണം നടത്തുമ്പോൾ 4-5 കമ്പനികളിൽ നിന്ന് പെരിയാറിലേക്ക് വിഷജലം ഒഴുക്കുന്നത് കണ്ടെത്തുകയും ആ കണ്ടെത്തിയത് അപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല, അവർ വരാൻ വൈകിയതിനെ തുടർന്ന് നല്ല മഴയുള്ള സമയമാണ് ഈ തിങ്കളാഴ്ച, രാവിലെ ഒരു 10-11 മണിയോടുകൂടി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ നേരിട്ട് ചെന്ന് അവർ പരാതി പറഞ്ഞു, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അവിടെ മുകൾ തട്ടിൽ മത്സ്യങ്ങൾ ചത്തു തുടങ്ങിയിട്ടുണ്ട്, ഉടൻ വന്ന് പരിശോധിക്കണം, സാമ്പിൾ എടുക്കണം എന്ന് പറഞ്ഞെങ്കിലും ഇവിടുത്തെ ഏലൂർ സർവൈലൻസ് സെന്ററിലെ ഉദ്യോഗസ്ഥൻ അത് അവിടെ വരികയോ സാമ്പിൾ എടുക്കുകയോ ചെയ്തില്ല. വൈകുന്നേരത്തോടുകൂടി ഈ വെള്ളം മുഴുവൻ ഒഴുകി വന്ന് ബണ്ടിൽ കെട്ടി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ ഷട്ടർ പൊക്കുന്നു. അടിത്തട്ടിലുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാലിന്യങ്ങളും ഒരു കോക്ടെയിൽ രൂപത്തിലായ മാലിന്യം മൊത്തം താഴേക്ക് ഒഴുകി പരക്കുകയുണ്ട്. അതിനെ തുടർന്നാണ് ഈ ഭീകരമായ മത്സ്യക്കുരുതി സംഭവിച്ചത്. ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലിനീകരണ നിയന്ത്രണ ബോർഡിനുണ്ട്. സ്വാഭാവികമായിട്ടും ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന ഭരണകൂടത്തിനും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ പെരിയാറിന് താഴെ ഏതാണ്ട് ഉൾനാടൻ മത്സ്യമേഖലയിൽ 22,000-ത്തിലധികം രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളുടെ അന്നമാണ് മുട്ടിയത്. വെറുതെ കുറച്ച് കമ്പനികളുടെ മാലിന്യം ഒഴുകിയത് മാത്രമല്ല പ്രശ്നം, അവരുടെ വരുന്ന കുറേ കാലത്തേക്ക് അവരുടെ അന്നം മുട്ടിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇവർക്കൊക്കെ നഷ്ടപരിഹാരം കിട്ടുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. പുരുഷൻ ഏലൂർ, ഇപ്പോൾ മന്ത്രി പി രാജീവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചല്ലോ. ഈ പെരിയാറിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു, പരിശോധനാ റിപ്പോർട്ട് വരട്ടെ, ഏത് കമ്പനിയിൽ നിന്നാണ് ഇവിടേക്ക് രാസമാലിന്യം ഒഴുക്കുന്നത് എന്ന പരിശോധന നടത്തും, എന്നിട്ട് ആ കമ്പനിക്കെതിരെ നടപടിയെടുക്കുമെന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ തമാശയായിട്ടല്ലേ തോന്നുന്നത്? അവിടുത്തെ എത്ര കമ്പനികളിൽ ഈ രാസമാലിന്യം അവിടെ തന്നെ അവരുടെ കമ്പനിക്ക് സമീപം തന്നെ നശിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് സ്ഥിരമായി പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്ന രീതി തുടരുന്നത് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇന്നും നാളെയും തുടങ്ങിയതല്ല. ഇന്നിപ്പോൾ പി രാജീവിനെതിരെ പരാതി. പക്ഷേ ഏത് സർക്കാർ വന്നാലും ഈ പ്രദേശത്തെ സംവിധാനങ്ങൾ ഈ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. അതാത് കാലത്തെ ഭരണാധികാരികൾ ഇവർക്കൊപ്പം നിൽക്കുന്നു. അതല്ലേ സത്യം? തീർച്ചയായിട്ടും. ഇപ്പോ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇന്നലെ എടുത്ത സാമ്പിള് അങ്ങേയറ്റം അശാസ്ത്രീയമാണ്. കാരണം ഒരു സയന്റിഫിക് പ്രോട്ടോകോൾ പിന്തുടർന്നല്ല അവർ സാമ്പിൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു സയന്റിഫിക് പ്രോട്ടോകോൾ പിന്തുടർന്ന് സാമ്പിൾ എടുക്കണമെങ്കിൽ മീൻ ചാകുന്നതിന് തൊട്ടു മുമ്പായിട്ട്
മീനുകൾ കളക്ട് ചെയ്ത് ഡീഫ്രീസ് ചെയ്ത് ലാബിലേക്ക് അയക്കണം. എന്നാൽ ചത്ത മീൻ മാത്രമല്ല ചീഞ്ഞ മീനാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ശേഖരിച്ചിട്ടുള്ളത്. ഈ ചീഞ്ഞ മീനിൽ നിന്ന് ഒരു ട്രേസ് മെറ്റലും നമ്മൾക്ക് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു ട്രേസ് നമ്മൾ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സാമ്പിളിംഗ് അങ്ങേയറ്റം തട്ടിപ്പ് നിറഞ്ഞതാണ്. അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് തരും, ഒരു പ്രശ്നവുമില്ല. കാരണം പെരിയാറിൽ ഓക്സിജൻ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ട് അല്ലെ ഓക്സിജൻ ശോഷണം സംഭവിച്ചത് കൊണ്ടാണ് മീനുകൾ ചത്തതെന്ന് പറയും. അതെപ്പോഴും പറയുന്ന ഒരു തിയറിയാണ്. അത് വീണ്ടും പറയും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ കളക്ടർ വിളിച്ച യോഗത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് മുകൾ തട്ടിലെ ജലം താഴെ തട്ടിലെ ഒരു വെള്ളവുമായി കലരുമ്പോൾ അത് വെള്ളത്തിലെ ഓക്സിജൻ കുറയുന്നു. അങ്ങനെ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടാണ് മീൻ ചാകുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിയറി കേൾക്കുന്നത് തന്നെ. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതിനു മുമ്പും പുതിയ തിയറികൾ പറഞ്ഞിട്ടുണ്ട്. അത് പെരിയാർ ചുവന്നൊഴുകുമ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞത്, അന്നത്തെ ചെയർമാനായുള്ള ജയപ്രസാദ് പറഞ്ഞത് പെരിയാറിന്റെ അടിത്തട്ട് ഇളകുന്നത് കൊണ്ടാണ് പെരിയാർ ചുവന്നൊഴുകുന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. അതേ വാദഗതി തന്നെയാണ് ഇത്രയും ഭീകരമായ ഒരു മത്സ്യക്കുരുതി ഉണ്ടായപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ വരുന്നത്. ഒരു വെള്ളം നല്ല വെള്ളവുമായി കലരുമ്പോൾ ഓക്സിജൻ ശോഷണം സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പുതിയൊരു തിയറിയാണ്. അതിന് നൊബേൽ സമ്മാനം കൊടുക്കേണ്ടതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.